ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൊല്ലത്ത് മോനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊല്ലത്തല്ല, നാട്ടിൽ കായംകുളത്ത് പോയപ്പോഴുണ്ടല്ലോ, കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് നല്ല അടിപൊളി ടൈറ്റാനിക് നടക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. നമ്മളങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കേട്ടോ. അവിടെ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടും ചേട്ടൻ്റെ നാടും ഒക്കെ കൊല്ലമാണ്. അപ്പം നമ്മൾ ടൈറ്റാനിയം ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇതിൽ കയറി അങ്ങ് തൃപ്തിയാകാമെന്ന് വിചാരിച്ച് 100 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. പിന്നെ 3 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കും അതുപോലെ തന്നെ 100 രൂപയാണ്. അപ്പം അങ്ങനെ കയറി എല്ലാം കണ്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടെന്ന് വെച്ചാൽ കുറേ ഫോട്ടോസ് നമ്മൾ എപ്പോഴൊന്നും കാണുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊക്കെ. അപ്പം ഞങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അമ്മമാരും ചേച്ചിമാരും അവരുടെ മക്കളും ഫ്രണ്ട്സും, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഇത് ഏകദേശം ടൈറ്റാനിയത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഏകദേശം മോഡലാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ടൈറ്റാനിയം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചങ്ങ് തൃപ്തിയാകാമെന്ന് കരുതി. അപ്പം അതിനകത്ത് അഭിനയിച്ച എല്ലാ ആൾക്കാരുടെയും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തുനിന്ന് തിരിച്ച് നമുക്ക് നടന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ കയറി വരുമ്പോഴുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കും നമ്മളെ കുറേ ആൾക്കാർ കേട്ടോ. അപ്പോൾ ശരിക്കും ഞാനങ്ങ് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോസ് എടുത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നല്ല രസമാണ് അതിനകത്തോട്ട് കയറുമ്പം ഇങ്ങനെ പ്രേതത്തിൻ്റെ ശബ്ദവും ഒച്ചയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഏകദേശം അങ്ങ് വരെ എത്തുന്നിടം വരെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഗുഹ, അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ കയറി എന്നിട്ട് ഇടയ്ക്കൂടൊക്കെ മനുഷ്യന്മാരാണ് നമ്മളെ പേടിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങേ അറ്റത്ത് ചെന്നപ്പം സംഭവം അവിടെ ശരിക്കൊന്നുമില്ല. കുറച്ച് വെള്ളച്ചാട്ടവും പിന്നെ പുറത്തോട്ടുള്ള വഴികളും പിന്നെ ഇങ്ങനെ കറങ്ങി അടിച്ച് എന്തോ എന്ന് വരുന്നൊരു സംഭവം, അത് മാത്രം. പക്ഷേ പോകുന്ന പോക്കൊരു റിസ്ക്കാണ് കേട്ടോ ഗൈസ്, കാരണം പേടിച്ചിട്ടുണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതെല്ലാം പോയി കണ്ട് ജീവിതത്തിൽ കിട്ടുന്ന നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പം കൊല്ലത്ത് ആശ്രമത്തായിരുന്നു ഈ സംഭവം. ഞങ്ങളങ്ങനെ നാട്ടിൽ മോനെ വിളിക്കാൻ പോയപ്പം പോയി കണ്ടതാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോകുന്നതും. കാരണം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സന്തോഷിക്കാൻ പറ്റുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക തന്നെ വേണം അല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ എത്ര വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കൊച്ചു മൂമെൻ്റൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ചേട്ടനെ ഞാൻ മുന്നേ നടത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ചേട്ടാന്ന് വിളിക്കുന്ന രംഗങ്ങളുണ്ട്. ചേട്ടന്നല്ല, ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്, ഒന്ന് നോക്കുകയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചു വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും കേട്ടോ. സത്യത്തിൽ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ മോൻ ഇങ്ങോട്ടോ ഓടിപ്പോയി. ഞങ്ങളിൽ വെപ്രാളത്തല്ലി ഓടി തിരിച്ച് പോകുന്നൊരു രംഗമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞാനിപ്പം കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ അവിടെ ചെന്നപ്പോഴുണ്ട് എൻ്റെ ഒരു കമ്മലങ്ങ് കളഞ്ഞു പോയി ഗൈസ്. അപ്പോൾ എൻ്റെ കമ്മൽ കളഞ്ഞിട്ട് ഒറ്റക്കമ്മലിലായിരുന്നു ഞാൻ നടന്നത്. ഞാനിതൊന്നും അറിയുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പുള്ളി ഇതൊന്നും പറഞ്ഞതുമില്ല. പിന്നെ എന്തായാലും കളഞ്ഞു പോയതല്ലേ ഒരു കമ്മലൊക്കെ മേടിച്ചിട്ട് മോനെ ഞങ്ങൾ ഈ ബോളിനകത്തോട്ട് അങ്ങോട്ട് കയറ്റിയിട്ട്, മോന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ട് ട്രെയിനകത്ത് യാത്ര ചെയ്ത് വന്നേല്ലേ. അപ്പോൾ ആ ഒരു പനിയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ മോനെ അങ്ങോട്ടേക്ക് കയറ്റി വെച്ചിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ ഇപ്പത്തോട്ട് മാറി നിന്ന് കുടിച്ച്, പിന്നെ മോൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൻ്റെ പ്രായത്തിൽ തന്നെയുള്ള കുറേ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരുടെ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ജോളിയായിട്ട് എൻ്റെ മോൻ കുറച്ച് നേരം ഇരുന്ന് ബോൾ കളിച്ച്, അതിനകത്തുനിന്ന് ഒരു ബോൾ എടുത്തുകൊണ്ട് അതിനൊക്കെ മാക്സിമം പുള്ളി ഒന്ന് നോക്കിയതാണ്. പക്ഷേ പറ്റിയില്ല, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പം പുറത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഈ ഒരു മോനെ വിളിക്കാൻ പോയ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം സൂപ്പറായിരുന്നു. സത്യത്തിൽ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. നമ്മൾ സത്യത്തിൽ ഇപ്പം നമ്മൾ കോയമ്പത്തൂരാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു മൂമെൻ്റ് നാട്ടിൽ പോകുമ്പോഴുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ മിസ്സാവുന്നുണ്ട്. പക്ഷേ ഇതെന്തായാലും കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ചെന്നപ്പം തന്നെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിപ്പം തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്തായിരുന്നു ഈ ഒരു സംഭവം. അപ്പം തീർന്നിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പിന്നീട് ഞാൻ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ കൊച്ചു പിള്ളേരുടെ സ്റ്റേജ് ഷോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോസ് എടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. ഞാനങ്ങ് വിട്ടുപോയി. കാരണം അവർ പാടുന്ന പാട്ടൊക്കെ കേട്ടിങ്ങനെ അവരുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. കൊച്ചു മക്കൾ, എൻ്റെ മോനെ ഞാൻ ഇളക്കി ഇരുന്നു മോനെ പാടുന്ന അവരങ്ങ് പാടത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനും കൂടെ സ്റ്റേജിൽ കയറാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ അങ്ങോട്ട് ആ പരിസരത്തേ പോയില്ല. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമും കുറച്ച് ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ബോളൊക്കെ എറിഞ്ഞു. അങ്ങനെയൊക്കെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അതെല്ലാം ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങ്
മോനെ വിളിക്കാനായിട്ട് അങ്ങ് കായംകുളത്തോട്ട് പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ മോനെയൊക്കെ വിളിച്ചിട്ട് നേരെ ഞങ്ങളിങ്ങ് പോകുന്നതായിരുന്നു. കാരണം മോനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പാണ് ഞങ്ങളിത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ